ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുരുഷാരത്തെ ദൈവം ഒഴിവാക്കിയെങ്കിൽ ഇത് നിനക്കൊരു തടസ്സമായതുകൊണ്ട് ഒഴിവാക്കുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥനയോടിരിക്കുമ്പോൾ പലപ്പോഴും ചേർന്നിരിക്കേണ്ടവർ, സഹായിക്കേണ്ടവർ, കൂടെ ഇരിക്കേണ്ടവർ അകന്നുപോയിട്ട് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം നിന്നെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുമ്പോൾ കാരണം എന്നാണെന്നറിയാമോ? ചില പുരുഷാരത്തിൻ്റെ ബന്ധനം അവർ പറയും സംഭവിക്കത്തില്ല. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉത്ഭവിപ്പിക്കുന്ന, ഉളവാക്കുന്ന, അതും ഇത് പറഞ്ഞുകൊണ്ട് സമയത്തെ പാഴാക്കുന്ന ഈ വ്യക്തിവിഹാരങ്ങളെ ഒഴിവാക്കണം. എൻ്റെ പ്രിയരെ, ഇന്ന് പകൽ അങ്ങനെ ഉള്ളതിനെ ജീവിതത്തിൽ നാം ഒഴിവാക്കാവും. സ്തോത്രം. വിശ്വാസം മാത്രം പ്രഖ്യാപിക്കുന്നവരെ കൂട്ടത്തിൽ കൂട്ടാവും. ഇന്ന് പകലും തിരിച്ചറിയണം, വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. കേൾവി ദൈവത്തിൻ്റെ വചനത്താലാണ് വരുന്നത്. ഈ കേൾക്കുന്ന വചനം ഒരാളുടെ ജീവിതത്തിൽ പരിണമിക്കുമ്പോൾ, ആ പരിണമിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരിലേക്ക് പ്രകടമാക്കുമ്പോൾ അതിൽ നിന്നാണ് വിശ്വാസത്തിൻ്റെ ചവിട്ടുപടികൾ. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്ത വിഷയം ഇപ്രകാരം ദൈവം ഒരു പ്രവൃത്തി ചെയ്യും എന്ന വിശ്വാസം നമ്മുടെ അകതാരിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രം നമുക്ക് പലപ്പോഴും ദൈവത്തെ അവിശ്വാസമാണ്. നിങ്ങളിരിക്കുന്ന കസേര നിങ്ങൾക്ക് വിശ്വാസമാണ്. കാരണം അത് ഒടിയത്തില്ലെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാലും ഏത് കസേര എവിടെ കണ്ടാലും ഓടിച്ചെന്ന് നമ്മളിരിക്കും. കാരണം കൂളാണ്, പേടിക്കണം. കാരണം നമ്മൾ സ്ഥിരമായിട്ട് പരിചയിക്കുന്ന. പക്ഷേ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തെ അത്ര പോലും നമ്മൾ വിശ്വസിക്കുന്നില്ല. ശരിയല്ലേ? പെട്ടെന്നൊരു തളർച്ച വരുമ്പോൾ ഓടിച്ചെന്ന് ഇരിക്കുന്നത് എവിടെയാണ്? ആ കസേരയിലോട്ടാണ്. എന്നാൽ പിന്നെ ഇവിടെ നിന്നേക്കാം, കസേര സേഫ് അല്ലെന്ന് പറഞ്ഞാൽ നിൽക്കാറുണ്ടോ? ഇല്ല. കാരണം നമുക്കൊരു വിശ്വാസമുണ്ട്. കസേരയിലിരുന്ന അപ്പം പിന്നെ സകല സൃഷ്ടിയുടെ ഉടമസ്ഥനിൽ വിശ്വസിക്കാൻ എന്തുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്നു? ഒരിക്കലും ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല, നിന്നാൽ കഴിയുമെങ്കിലും വിശ്വസിക്കുന്നവർക്ക്. യേശു പറയുക, വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയും. ഇന്ന് പകലും വിശ്വാസത്തിൻ്റെ കുറവാണ് വിടുതലുകൾക്ക് തടസ്സമായിരിക്കുന്നത്. പലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ കഴിയാതെ ആയിരിക്കാം. ഒരുപക്ഷെ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് കരഞ്ഞു പോലും പ്രാർത്ഥിക്കാൻ കഴിയാതെ കല്ലായിപ്പോയി കാണാം. പക്ഷെ നാം ഇന്ന് പകൽ തിരിച്ചറിയണം, എവിടേക്കോ ചില പോരായ്മയുണ്ട്. ഇന്നലകളിലെ സാഹചര്യം നോക്കുമ്പോൾ കർത്താവെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഇന്നെനിക്ക് കരയാൻ പറ്റുന്നില്ല. കാരണം ഹൃദയം കടുപ്പമായി. കാരണം പുരുഷാരം കടുപ്പമായപ്പോൾ കൊച്ചു മരിച്ചു എന്നുള്ള വിഷയം വന്നപ്പോൾ അസഹ്യമാണ്. ശല്യപ്പെടുത്തണ്ട. എൻ്റെ വേദന ഉള്ളറയിൽ മറച്ചു വെച്ച് കല്ലാക്കി മാറ്റി. കർത്താവിനെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാതായി. അതായി പുരുഷാരത്തിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മരണം എന്നെ തളർത്തിക്കളയുന്നതാണെങ്കിലും ഇനി കൊച്ചെഴുന്നേറ്റില്ലെങ്കിലും സാരമില്ല, യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഇന്ന് പകൽ ദൈവാത്മാവ് വചനത്തിലൂടെ ആരോടോ വ്യക്തിപരമായിട്ട് ഇടപെടുന്നുണ്ട്. ഇന്ന് പകൽ കുഞ്ഞെ, പുരുഷാരം പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ ഹൃദയം കടുപ്പമായി കല്ലുപോലാകും. ജീവിതത്തിൽ നീ കരയേണ്ടി വരും. പക്ഷേ നഷ്ടപ്പെട്ടതിനെ മടക്കിയെടുക്കാൻ കഴിയില്ല. പുരുഷാരത്തെ അമർച്ച ചെയ്യാമോ? പുരുഷാരത്തെ വിട്ടുകളയാമോ? ബന്ധങ്ങളിൽ നകന്നു മാറാമോ? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന തലത്തിലേക്കൊന്ന് മുൻപോട്ട് നയിക്കപ്പെടാമോ? എങ്കിൽ ഇന്ന് പകൽ നീ നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടികൾ ജീവിതത്തിൻ്റെ അകത്ത് ഉയർന്നു വരും. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ജനിക്കപ്പെട്ട, ആത്മജീവിതത്തിലേക്ക് നയിക്കപ്പെട്ട, വീണ്ടും ജന്മം പ്രാപിച്ച കാലഘട്ടത്തിൽ ആ വിശ്വാസം നമ്മളെ നിലനിർത്തുന്നു. ശാന്തമായിട്ട് ഇന്ന് പകൽ നമ്മോട് ദൈവാത്മാവ് സംസാരിച്ചു. പൂർണ്ണമായി അത് ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് പകൽ ചാവാറ എന്ന് പറഞ്ഞ, അസഹ്യപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, പുരുഷാരത്തിനത് പറഞ്ഞാൽ മതി. കാരണം നഷ്ടപ്പെട്ട നിനക്കാണ്. എല്ലാ ബന്ധങ്ങളും പറയും, കുഞ്ഞെ സാരമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് രണ്ട് വാക്കുകൊണ്ട് അവരങ്ങ് ഒതുക്കും. തളർച്ച അനുഭവിക്കുന്നത്, ജീവിതത്തിൽ നൊമ്പരം അനുഭവിക്കേണ്ടി വരുന്നത്, ജീവിതത്തിൻ്റെ ഒടുക്കം വരെ മരണത്തോളം
ആ വിഷയത്തെ തോളിൽ ചുമക്കേണ്ടത്, ഹൃദയത്തിൽ ഭരിക്കേണ്ടത്, എപ്പോഴും നിറകണ്ണുകളോടെ ഇരിക്കേണ്ടവാളും ഒരാളാണ്. ഇന്ന് പകൽ അതാരാണെങ്കിലും ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അവരെല്ലാം പറയുന്നത് പോലെ എനിക്കിത് ഉപേക്ഷിച്ച് കളയാൻ വയ്യ, പക്ഷെ ഇന്ന് പകൽ അങ്ങക്ക് ജീവിപ്പിക്കാൻ കഴിയും. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനിമിഷ സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. എന്തോ ശക്തമായൊരു ദൈവിക പ്രസൻസ് ഇന്ന് പകൽ അനുഭവിക്കപ്പെടുന്നുണ്ട്. വളരെ ശാന്തമായിട്ട് ആരോട് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. ഹൃദയം കടുപ്പമായി പോയി. കാരണം എല്ലാ ഭാരങ്ങളും ദൈവസന്നിധിയിൽ വെക്കേണ്ടതിന് പകരമായി മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് അത് ഹൃദയത്തിൽ സൂക്ഷിച്ചത് നിമിത്തമായി ദൈവത്തിൻ്റെ വാക്കുകളെ ഹൃദയത്തിൽ സംഭരിക്കാൻ കഴിയാതായിപ്പോയി. മറ്റുള്ള ഭാരങ്ങൾ ഹൃദയത്തെ കടുപ്പമുള്ള കല്ലാക്കി മാറ്റി. എന്നാൽ ഇന്ന് പകൽ കുഞ്ഞെ, നിന്റെ ജീവിതത്തിനൊരു ഉദാഹരണം വെളിപ്പെടുത്തുവാൻ പാറയെ തകർക്കുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ചുറ്റിക ഇന്ന് പകൽ ചില മേഖലകളെ പൊട്ടിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ നാളുകളായി ഭാരപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തെ കല്ലുപോലെ കടുപ്പമാക്കി പ്രാർത്ഥിക്കാൻ കഴിയാതെ, നിലവിളിക്കാൻ കഴിയാതെ, പഴയതുപോലെ കരയാൻ കഴിയാതെ, ദൈവസന്നിധിയിലേക്ക് ഒന്ന് റീപ്പന്റ് ചെയ്യാൻ കഴിയാതെ ആയിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് പകൽ വചനത്തിൻ്റെ ആ വചനമാകുന്ന ചുറ്റിക കൊണ്ട് ചില ഹൃദയത്തെ പൊടിക്കുകയാണ്. ഇന്ന് പകൽ മടങ്ങി വരും. ചില കല്ലായുള്ള ഹൃദയങ്ങൾ ഇന്ന് പകൽ മെഴുകുപോലെ ഉരുകാൻ പോകുകയാണ്. ഇന്ന് പകൽ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അബ്രഹാം ദൈവസ്മരണയിൽ വിശ്വാസത്തിൽ തളർന്നില്ല, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എങ്കിലും വിശ്വാസത്തിൽ തളരാത്ത ഭക്തനായിരിക്കുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ വിശ്വാസം ഹേതുവായി തൻ്റെ ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ ഒരു മകനെ ജന്മം കൊടുക്കുവാൻ ദൈവം അനുവദിച്ചു. ഇന്ന് പകൽ വിശ്വാസത്തിൽ പരാജയപ്പെട്ടോ, ഹൃദയം കല്ലായി മാറിയോ, ഇന്ന് പകൽ ഉരുകാൻ പോകുക വചനത്തിൻ്റെ മുമ്പിൽ. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിൽ നിന്ന് പിന്മാറി ഹൃദയം വല്ലാതെ കടുപ്പമായി പോയെങ്കിൽ ഇന്ന് പകൽ അനുതാപ മനസ്സോടെ നമുക്ക് മടങ്ങി വരാം. കല്ലായുള്ള ഹൃദയങ്ങളെ ഇന്നും മെഴുകുപോലുരുക്കണമേ എന്ന് അതിന് പാട്ടുകാരൻ പാടിയതുപോലെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തുകയല്ല. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. കല്ലായുള്ള ഹൃദയങ്ങളെ ഇന്ന് പകൽ മെഴുകുപോലുരുക്കുവാൻ നമ്മുടെ അത്യുന്നതൻ നമ്മുടെ കൂടെയുണ്ട്. പുരുഷാരൻ നിന്റെ ഹൃദയത്തെ കടുപ്പപ്പെടുത്തുമ്പോൾ, വലിയ കൂട്ടം നിന്റെ ഹൃദയത്തെ കടുപ്പമാക്കുമ്പോൾ, കുഞ്ഞെ നീ അറിയാതെ അവർ നിന്നിൽ വെച്ചിരിക്കുന്ന കടുപ്പം ജീവിതത്തെ കല്ലാക്കി മാറ്റി. ദൈവാലോചന ദൈവവചനപ്രകാരം സ്വീകരിക്കാൻ കഴിയാതെയായി മാറും. ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ടത് പലതും കൈമോശം വന്നു പോകും. കാലങ്ങൾ കഴിഞ്ഞു ഒരിക്കലും മടക്കിയെടുക്കാൻ കഴിയാത്തതുപോലെ അത് എന്നേക്കുമായി ഇല്ലാതെയായി പോകും. ഇന്ന് പകൽ ഹൃദയം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹുഡമന ഹദരജനാഥന പ്രൗഢമനകക്ഷസി അർത്ഥനാചാരകക്ഷി വേദിക്കട്ടിക. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നഷ്ടപ്പെട്ട് ഇനി മടക്കി കിട്ടത്തില്ല, അത് പോയി ഇനി ഒരിക്കലും എനിക്ക് കിട്ടത്തില്ലെന്ന മനോഭാവത്തോടെയല്ല, എൻ്റെ കൂടെ ഇരിക്കുന്നവന് അതിനെ ജീവിപ്പിക്കാൻ കഴിയും. എൻ്റെ രക്ഷകന് അതിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ചവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ഇന്ന് പകൽ നമ്മിൽ വെളിപ്പെടുത്താൻ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു.